കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കോണ്ടസ്റ്റഡ് ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു കേസാണ്. കേസ് ഇങ്ങനെയാണ്: ഭാര്യ ഭർത്താവിനെതിരെ ഒരു ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യുന്നു. അതിൽ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഭർത്താവിന് ഇമ്പോർട്ടൻസിയാണ്. അതായത് കുട്ടികൾ ഉണ്ടാവാനായിട്ടുള്ള കഴിവില്ല, ഷണ്ടത്വമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭർത്താവ് ഇത് അറിഞ്ഞിട്ടും ഫ്രോഡ് കാണിച്ചുകൊണ്ട്, അതായത് ഈ പറയുന്ന ഇമ്പോർട്ടൻസി മറച്ചു വെച്ചുകൊണ്ടാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡിവോഴ്സിൻ്റെ ഒപ്പം തന്നെ 90 ലക്ഷം രൂപ ആലിമണി ആയിട്ടും ഈ പെൺകുട്ടിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയിലെ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഒരു അന്വേഷണം നടത്തിയപ്പോൾ തെളിവുകളെല്ലാം ചെക്ക് ചെയ്തപ്പോൾ ഭർത്താവിന് ഉണ്ട് എന്ന് പറയുന്ന ഇമ്പോർട്ടൻസി അല്ലെങ്കിൽ ഷണ്ടത്വം ഇല്ല എന്ന് ഈ ഭർത്താവിന് കോടതിയിൽ തെളിയിക്കുവാനായി സാധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ തുടർന്ന് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള തീരുമാനം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. കോടതി ഇങ്ങനെയാണ് സംഭവിച്ചിരുന്നത്: The court recently rejected a woman's plea for divorce and her prayer for permanent alimony for ₹90 lakhs on finding that there was no proof to back up her claim that her husband was impotent or that he had committed marriage fraud എന്നാണ് പറഞ്ഞത്. അതായത് തെളിവ് എടുക്കേണ്ട സമയം വന്നപ്പോൾ ഭർത്താവിന് ഇമ്പോർട്ടൻസി ഇല്ല എന്ന് തെളിയിക്കപ്പെടുകയും ഈ കല്യാണം നടത്തിയത് ഒരു തെറ്റായ മാർഗത്തിലൂടെ അല്ലെങ്കിൽ ഫ്രോഡിൻ്റെ വഴി അല്ല എന്നും അല്ലാതെയുമാണ് ഭർത്താവ് ഈ കല്യാണം നടത്തിയിട്ടുള്ളത് എന്നും ഭാര്യ ഭർത്താവിനെതിരെ ആരോപിച്ച ആരോപണം കളവാണെന്നും കോടതിക്ക് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവോഴ്സ് പെറ്റീഷൻ, ഭാര്യയ്ക്ക് അനുകൂലമായി പറയേണ്ട പെറ്റീഷൻ കോടതി നിരാകരിക്കുകയും തുടർന്ന് 90 ലക്ഷം രൂപ കൊടുക്കാതെ ഇരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. The woman had sought divorce on the ground that her husband suffered from erectile dysfunction and was incapable of sexual intercourse, along with the claims of nullity of marriage, cruelty and a demand for permanent alimony for ₹90 lakhs എന്നാണ് പറഞ്ഞത്. ഈ ഭർത്താവിന് ഈ ടൂള് ഇറക്റ്റ് ആവുന്നില്ല, നിവർന്ന് നിൽക്കാത്തൊരു പ്രശ്നമുള്ളത് കൊണ്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി അയാളെ കൊണ്ട് പറ്റിയില്ല എന്നും അതുകൊണ്ട് ഈ കേസ് നള്ളിറ്റി ആയിട്ട് പ്രഖ്യാപിക്കണമെന്നൊക്കെയാണ് ഭാര്യ പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഭർത്താവിന് ഇല്ല എന്ന് എവിഡൻസ് സഹിതം കോടതിക്ക് മനസ്സിലായതോടുകൂടിയാണ് കോടതി ഈ കേസ് തള്ളിക്കളഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.